ഞാൻ ദീപ എസ് പണിക്കർ. ഞാൻ LLB ഹോൾഡറാണ്, MBA ഹോൾഡറാണ്. പിന്നെ ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ച് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പലയിടത്ത് മുത്തൂറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ SBL, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കാറ്റാടി, അങ്ങനെ പല കമ്പനീസിൽ ഞാൻ മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മുടെ ജോലി, അതുപോലെ നമ്മൾ പലയിടത്ത് നമ്മൾ LLB ഇതായിട്ട് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം ഇവർ വന്ന് നമ്മളെ പല രീതിയിൽ ഉപദ്രവിക്കുകയും അവിടുന്ന് നമ്മളെ പറഞ്ഞു വിടിക്കുകയും, ഇതിൻ്റെ എല്ലാ ഉദ്ദേശം ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഇതാണ്. ഞാൻ LLBക്ക് പഠിക്കാൻ കയറിയ വർഷം 1995 5 ഇയർ കോഴ്സ് ആയിരുന്നു. ജസ്റ്റ് +2 കഴിഞ്ഞപ്പം തന്നെ ഞാൻ ഈ LLBക്ക് ചേർന്നതാണ്. അന്നേരം ഈ LLBക്ക് ചേർന്നിട്ട് ആദ്യത്തെ ഓണം ജൂലൈയിലാണ് എൻ്റെ ക്ലാസ് തുടങ്ങിയത്. ആദ്യത്തെ ഓണത്തിന് വന്നപ്പോൾ എൻ്റെ അമ്മയുടെ സിസ്റ്ററായ ലീല എന്ന് പറയുന്നവളുടെ മകനുണ്ട്, ഒരു രാജേഷ് എന്ന് പറയുന്നവൻ, ഒരു തോമാച്ചൻ എന്ന് പറയുന്ന ഒരു കൈ നോക്കുന്നവനെ കൊണ്ടുവന്നിച്ച് എൻ്റെ കൈ നോക്കിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ കൊച്ച് വക്കീലാകും എന്ന്. അപ്പോൾ അയാൾ അറിയാതെയാണ്, ഞാൻ LLBക്ക് പഠിക്കുവാണോ ഒന്നും അറിയാതെയാണ് പറഞ്ഞതെന്നാണ് അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞു ഈ കൊച്ച് വക്കീലാകും എന്ന്. അന്നേരം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവന്മാർ നോക്കുകയാണ് ഞാൻ LLBക്ക് പോയി LLB ഞാൻ പാസ്സാകുമോ ഇല്ലയോ, എന്തൊക്കെയോ ഇങ്ങനെ ജോബ് ലോസ് ഇൻഷുറൻസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി എന്നെ വെച്ച് കാശൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവനാണ് അങ്ങനെ ഇവനെ കൊണ്ടുവന്ന് എൻ്റെ കൈ നോക്കിക്കുകയും അയാൾ പറയുകയും എന്നിട്ട് ഞാൻ നിങ്ങൾക്കെല്ലാം അറിയാം ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു സ്ട്രീം, എൻറ്റയർലി വേറെ സ്ട്രീമാണ് നമ്മുടെ ലോ എന്ന് പറയുമ്പം. അപ്പം ഞാൻ അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയ ആ ഒരു സ്ട്രിക്ട്നെസ് ഒക്കെ ഒന്ന് മാറി. വീട്ടിലും ഇവിടെയും വലിയ സ്ട്രിക്റ്റ് ഒന്നും ആയിരുന്നില്ല. ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു, അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു നമ്മളൊരു ഇച്ചിരി ഫ്രീ ആവുമല്ലോ. അപ്പം പഠിക്കാൻ സമയമുണ്ട് 5 ഇയർ. അതുകൊണ്ട് നമ്മൾ ഇച്ചിരി പതിയെ, നമ്മൾ പണ്ടേ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. എന്താ പറയുന്നത്, അറിയാൻ വേണ്ടി പഠിക്കുകയും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടല്ല പണ്ടും പഠിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അങ്ങനെ ഇച്ചിരി ഒരു പതിയെ ഇച്ചിരി പേപ്പറൊക്കെ ഒന്ന് കിട്ടാൻ ഇച്ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ചിലപ്പോൾ പരീക്ഷ എഴുതത്തില്ല അങ്ങനെയൊക്കെ. പക്ഷേ എല്ലാം നമ്മൾ 2000 വരെയായിരുന്നു നമ്മുടെ കോഴ്സ്. നമ്മൾ 2001 നമ്മളെല്ലാം പാസ് ഔട്ടായി. നമ്മൾ എൻറോൾ ചെയ്ത് വക്കീലായി പ്രാക്ടീസ് ചെയ്ത് 2002 ജൂണിൽ എൻ്റെ കല്യാണം ഈ BJP ആയിട്ട് കഴിഞ്ഞതാണ്. ഇപ്പം ഡിവോഴ്സായി. എല്ലാം എൻ്റെ കയ്യിൽ തെളിവ് സഹിതം എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. അപ്പം ഇവന്മാർ വിചാരിച്ച് ഞാൻ പാസ്സാവരുന്നുള്ള രീതിയിൽ പല രീതിയിൽ ഇവർ നോക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കമ്പൈൻ സ്റ്റഡി നടത്തുമായിരുന്നു, അതില്ലാതെ. അപ്പോൾ കമ്പൈൻ സ്റ്റഡി കൊണ്ടൊന്നുമല്ല ഞാൻ പാസ്സായത്. ഇപ്പോൾ 2-3 ദിവസം കമ്പൈൻ സ്റ്റഡി അയച്ചു നടത്തിയപ്പോഴത്തേന് കുറേ ആൾക്കാരുമായിട്ട് വന്ന് ഇവന്മാർ എവിടെ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മൾ പാസ്സാവരുതെന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പം BJP കൊണ്ടായി നീ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുവോടി, നീ കാറ് വിറ്റാൽ വരുവോടി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഭീഷണിയായിരുന്നവൻ. അങ്ങനെ ഇവന്മാർക്ക് ഇത് ജോബ് ലോസ് ഇൻഷുറൻസ് വേണം എന്നുള്ള